ഇതേ ഈ സാധനത്തിൻ്റെ ഈ എഡ്ജിൽ കൂടെ ഇച്ചിരി കട്ട് ചെയ്ത് കളയണം. മനസ്സിലായോ മനസ്സിലേക്ക്? ഇങ്ങനെ അത് ഇച്ചിരി വീതി ഇച്ചിരി കൂടുതലാണ്. ഒരു കുറവ് വരണ്ടെന്നോർത്ത് അവർ ചെയ്തിരിക്കുന്ന ഇങ്ങനെ രണ്ട് സൈഡുവേ അത്രേ പോവുള്ളൂ. നോക്കിയോ അതെ പറഞ്ഞോ പറഞ്ഞോ. നല്ല കിറ്റ് വേണം. ഞാൻ നല്ല കിറ്റ് അല്ല നല്ല കിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പം എൻ്റെ ഇരിക്കുന്നൊക്കെ ഒരു നോർമൽ കിറ്റ് മാത്രമേ ഉള്ളൂ. സാധാരണ അത് ഇച്ചിരി നല്ല സാധനം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാനത് സാറ് ഇച്ചിരി വെയിറ്റ് ചെയ്യുക, എന്നാലും ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഉവ്വ ഉവ്വ. ഇപ്പം അവിടെ എന്നാ ജോലി എന്നാ ഇപ്പോൾ? ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പേരെങ്ങനെയാ? ജിബോയ് അല്ലേ? ഓക്കെ ഓക്കെ. എന്നാൽ ശരി ജിബോയ്, ഞാനൊന്ന് നോക്കാവേ. ഇനി ജിബോയ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ നല്ല കിറ്റ് എങ്ങനെ കിട്ടണ തരാം. ഏത് കമ്പനിയിലാ? അതെയോ? നിന്റെ അല്ല. ആ ഫോൺ എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്നില്ല ഇങ്ങോട്ട്? ഉണ്ടോ? അത് കണക്റ്റ് ആകുന്ന നോക്കിയേ, പ്ലേ ചെയ്ത് നോക്കി. അല്ല ഇപ്പോൾ എന്നാണ് അല്ല, അത് പെൻഡ്രൈവ് കുത്തിയാവുന്നില്ലത്. പറഞ്ഞോ. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയാ വീട്. കോഴിക്കോട് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ കോഴിക്കോട് വന്നിട്ടുണ്ട്. ആണോ? പിന്നെ ചേട്ടന്റെ വീഡിയോ ഞങ്ങൾ സ്ഥിരം കാണുന്ന ഫാമിലിയായിട്ട് തന്നെ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്കിനോട് ഭയങ്കര താല്പര്യമാണ്. ബേസിക്കായിട്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടാ, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഇതിനോട് ഭയങ്കര ജീവനാണ് ഇലക്ട്രോണിക്. അതുകൊണ്ടായി കാണുന്നത്. പിന്നെ ചേട്ടാ, ഞാൻ അധികം സമയം വഹിക്കുന്നില്ല. ഞാൻ പരിഹാരം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒറ്റൊരു സെറ്റ് ഉണ്ട്. ഈ പ്രൊട്ടക്ട് എന്ന് കാണിച്ചിട്ട് ഫൈൻഡ് ഓഫ് ആയി പോവാ. അത് എന്തൊരു മേജർ പ്രശ്നം ഉണ്ടാവുമോ? അത് പ്രൊട്ടക്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും അതിൻ്റെ വോൾട്ടേജ് എവിടെയെങ്കിലും ഷോർട്ടിങ് ആകുന്നുണ്ട്. അതായത് പല വോൾട്ടേജ് ഇതിനകത്തുണ്ടല്ലോ.
അപ്പോൾ അത് ചിലപ്പോൾ ആംപ്ലിഫയർ ഐസിയുടെ ആയിരിക്കും, ചിലപ്പോൾ എന്നാ ചെറിയൊരു കപ്പാസിറ്റർ ലീക്കായ പോലും ഇത് പറയും. അപ്പോൾ അത് നോക്കി എടുക്കുക എന്നുള്ളേ ഉള്ളൂ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആംപ്ലിഫയർ സെക്ഷനിലേക്കുള്ള സപ്ലൈ വിടിയിച്ചിട്ട് നോക്കിയാൽ കറക്റ്റ് അറിയാം. പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പവർ സപ്ലൈ ഷോർട്ട് ആവുന്ന സമയത്ത് ഇത് അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ പവർ സപ്ലൈ കേടായി പോകാതിരിക്കാൻ വേണ്ടി സെറ്റ് തന്നെ സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് പ്രൊട്ടക്ഷനിൽ പോകുന്ന വേറെ കാര്യമൊന്നുമില്ല. ആ അപ്പോൾ അത് നോക്കിയെടുക്കണം. എന്ത് കംപ്ലൈൻറ്റ് വന്നാലും പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഓരോ ഏരിയയിലോട്ടുള്ള ഓൾട്ടായി വിടിയിച്ചിട്ടിട്ട് ഓണാക്കി നോക്കുമ്പോൾ കറക്റ്റ് അറിയാം ഏത് ഏരിയ കൊടുക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത് കണ്ടിട്ട്. ആ അത് സോണിക്ക് അങ്ങനെ വരാറുണ്ട്. സോണിയുടെ ഒരു STK വരുന്ന, ഇത് STK ആണോ? STK വരുന്ന സോണിക്ക് സ്ഥിരമായിട്ട് റെസിസ്റ്റർ ഹൈ വാല്യൂ ആയി പോകല. അത് കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പോകല, ഹൈ വാല്യൂ ആവും. അപ്പം 100 ഓംസ് ഒരു 150 ആവും, 1 ഓംസ് ഒരു 10 ഓംസ് ആവും. അത് നോർമലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല സാധനമായിട്ട് തോന്നും, പക്ഷേ ഈ സാധനം മാറിയില്ല വർക്കാവും. ഓക്കെ, ആയിക്കോട്ടെ, ഓക്കെ, ശരി. ഗോൾഡ് ട്രാൻസിസ്റ്റർ ഫിലിപ്സിൻ്റെ ട്രാൻസിസ്റ്റർ ഇറ്റലിയിൽ നിന്ന് വന്ന അമ്മാവൻ കൊണ്ടുവന്ന, പുള്ളിയുടെ ഡോക്ടറായിരുന്നു, പുള്ളി കൊണ്ടുവന്നതാണ്. അപ്പോൾ അന്ന് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു റെക്കോർഡാണ് ബോണിയം. പറഞ്ഞത് എനിക്കിപ്പോൾ 55 വയസ്സുണ്ട്. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ വീട്ടിലുണ്ടായിരുന്ന റെക്കോർഡ്, അത്രയും പഴയ പാട്ടായത്, മനസ്സിലായില്ലേ? അതിന് മുമ്പുള്ള സാധനമാണിത്. ഇപ്പോഴും നമ്മൾ ആ ചെറുപ്പം മുതൽ ആ പാട്ട് കേട്ടുകൊണ്ട് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. ഹീറ്റൊന്നും അത് 4 ഓംസ് ആണ്, 4 ഓം 6 ആണ് കൊടുത്തത്. ഒരു കുഴപ്പമില്ല. 8 ആകുമ്പോൾ ഒട്ടും ചൂടാകില്ല. ഒരു കുഴപ്പമില്ല. സ്പീക്കറുകൾ 100 വാട്ട്സിന്റെ ഞാൻ അസംബിൾ ചെയ്തതാണ്. ടൊയോട്ടോൺ വെച്ച് 120 dB 2-way അതിനത് പെർഫെക്റ്റാ. മറ്റുള്ളവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അല്ല, നമ്മളൊരു 1 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു ആംപ്ലിഫയറിന്റെ സുഖമുണ്ട്. ഓൺലൈനിൽ 2600 രൂപയ്ക്ക് വരുത്തിയതാ. ദൈവമേ, 1300 രൂപ സാധനം. അല്ല, അന്ന് ഇറങ്ങിയ സമയത്ത്. എന്നാലും 1800 രൂപയ്ക്കുള്ള ഒരു വില ഉണ്ടായിട്ടേ ഇല്ല. മെനക്കെടുന്ന ആളല്ലേ. ഇതിൻ്റെ ആപ്പുണ്ട്, ഞാൻ ഓടിച്ച് നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇത് പവർ സപ്ലൈ കൊടുക്കുന്നത്, പവർ സപ്ലൈ നമ്മൾ ഈ പവർ സപ്ലൈ 24 വോൾട്ട് ഈ സാധനം കൊടുക്കുന്നത്. അതൊരു 10 ആമ്പിയർ അടുത്തുണ്ട്. എന്തിനാണ് ഇവിടെ പവർ സപ്ലൈ അല്ലേ? താഴെയല്ലേ, 8.3 ആമ്പിയർ ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ നമുക്ക് കുറഞ്ഞത് വെച്ചും ഉപയോഗിക്കാം. ഞാനത് 7.5 കൊടുത്തു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു പകുതി കൂടുതൽ വോളിയം കൂടി അത് കട്ടായി പോകും. അപ്പോൾ ആമ്പിയർ ഇല്ല, അതുകൊണ്ട് ഇതുപോലൊരു പവർ സപ്ലൈ കൊടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ തന്നെ സെയിം ആണ്, പക്ഷെ അതിന് ആമ്പിയർ ഇത്തിരി കുറവാണ്, വ്യത്യാസമുണ്ട്. ഇതെങ്കിലും മിനിമം കൊടുത്താൽ അടിപൊളിയാണ്. ഇതിനേക്കാളും മുടുക്കൻ സാധനമാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നല്ല ഹെവി സാധനമാണ്. അത് ഒറ്റ പാർട്ടിയുടെ ഈ സാധനമുള്ളൂ, ഈ 38 വോൾട്ട് 10 ആമ്പിയർ.
അവന് ഭയങ്കര കിട്ടുമ്പോൾ ഞാൻ ഒറ്റ അടിക്കും, അവൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ 100 എണ്ണം 50 എണ്ണം മേടിക്കും. അപ്പം കിട്ടിയാലേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കുമ്പോൾ ഇല്ല. പറഞ്ഞു മനസ്സിലായി. മാക്സിമം 200 വാട്ട്സ് ഡബിൾ വോൾട്ടേജ്, 24 വോൾട്ടും 12 വോൾട്ടും എടുക്കാം. അതായത് ഇവിടുന്ന് 12 വോൾട്ടും എടുക്കാം, ഇവിടുന്ന് 24 വോൾട്ടും എടുക്കാം. ഇത് 3 കോർ, ഇതുപോലത്തെ 3 കോർ വയറും കൊടുത്താൽ മതി. വേണോ ഇത്? അതുകൊണ്ടല്ലേ ഇത് മതിയല്ലോ. മറ്റേ ചെറിയ കോളത്തിൽ ഉപയോഗിച്ചാൽ ഇതും ഭയങ്കര പാടാണ്. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ ഇവന്മാർ അയച്ചു തരുന്നത് ഇതൊക്കെയാണ്. ഇതൊക്കെ ഒരു പെട്ടി പോലും കയറിയല്ല. അതിന് പകരം എനിക്ക് അയച്ചു തന്ന സാധനമായത്. ഇത് 8 ആമ്പയർ എന്ന് പറഞ്ഞ് അയച്ചു തന്നിരിക്കുന്നത്. പക്ഷേ 8 ആമ്പയർ ഒന്നും ഇല്ലത്, മനസ്സിലായില്ലേ? കാണുമ്പോഴേ നമുക്കറിയാം. ആ വലിയ ഹീറ്റ് സിങ്ക് നമുക്ക് ഒരു പെട്ടിയിലും അതിനെ ഉൾക്കൊള്ളിക്കത്തില്ല. അതുകൊണ്ട് കുറേ എൻ്റെ കിടപ്പുണ്ട്. പൈസ പോയതാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ചോദിക്കുമ്പോഴും ഇതൊരു 5 എണ്ണം അയക്കട്ടെന്ന് പറഞ്ഞ് അയക്കും. അയച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. ഈ സാധനം കിട്ടുമ്പോൾ കിട്ടിയെന്നുള്ളൂ. ഇല്ല, HDMI അൾട്രാ കേബിളാണ്. എടി ആ ആമസോണിൻ്റെ കേബിള് നല്ല കേബിളാണ്. എവിടെയാണ് ഇരിക്കുന്നത്? പിന്നെ വന്ന ഒരു നല്ല ബോർഡാണ് ഇത്, AM100 എന്ന് പറഞ്ഞ്. ഇത് പക്ഷേ മൈക്ക് ഉപയോഗിക്കുന്നവർക്ക് കൊള്ളാം. മൈക്കും കൺട്രോളും. മൈക്കുള്ള മൈക്ക് മാത്രം ആമ്പ് വേണം അല്ലേ? അത് പുതിയത് വന്നത്. ഡബിൾ മൈക്കാ അത്. ടൊയോട്ടോണോ? അതൊക്കെ ലോക്കലല്ലേ, മറ്റേ IC വെച്ചുള്ളതല്ലേ. ഇത് D ക്ലാസ് അല്ലേ. പവർ ഇതിന് മറ്റേ പവർ തന്നെ, പക്ഷെ നല്ല പെർഫോമൻസ്. ഞാൻ കുറേ ടവർ സ്പീക്കറിന് ചെയ്ത് കൊടുത്തായിരുന്നു. പവറേ ഉള്ളൂ, പക്ഷേ ഭയങ്കര പെർഫോമൻസ്. പക്ഷേ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനാകുമ്പോൾ ഇതാണ് നല്ല. ഇത് മൈക്ക് ആവശ്യമുള്ളവർക്ക്, കരാക്ക വേണ്ടവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇത് പുതിയത് ഇറങ്ങിയത്, അതുകൊണ്ടാണ് വില കൂടുതലേ. എപ്പോഴും പുതിയത് വരുമ്പോൾ വില കൂടുതലാണ്. അത് 2 മീറ്റർ അല്ലേ ഉള്ളൂ. എത്രയാടാ? 1.5യോ? 1 ഉണ്ട്. അത് 3500 രൂപ. അതിന് ഓക്സ് കൊടുക്കാം. ഓക്സ് ഉണ്ട്. മൈക്ക് ഇൻപുട്ട് ഉള്ളത് അതാണ്, അതിനും ഉള്ളൂ. ആ ഒറ്റ മോഡലിനും ഉള്ളൂ. ഇല്ല, അത് ലോക്കലല്ലേ. അത് വെറുതെ ഒന്നിനും കൊള്ളാത്തൊരു സാധനം. 1500 രൂപയുടെ. ഞാൻ നീട്ടം കൂടിയ 3 മീറ്റർ തരാം. എന്തോ? വിലയുണ്ട്. അപ്പം അതിൻ്റെ പെർഫോമൻസ് വേറെ. ഇത് 1.5. അതിൻ്റെ 3 മീറ്റർ എവിടെയാണ് കിടപ്പുണ്ടായിരുന്നല്ലോടാ? ഇത് 3 മീറ്റർ ഉണ്ട്. 3D 4K. ആമസോണിൻ്റെ ഈ കേബിള് 1.8 ഉണ്ട്, പക്ഷെ കിട്ടുക്കാച്ചി കേബിളാണ്. 4K സപ്പോർട്ട് ചെയ്യും. അതെല്ലാം 4K ആയിരിക്കും. 8K ഇപ്പം ഇല്ലല്ലോ. 8K പക്ഷേ ഈ ഗൂഗിൾ വഴി നമുക്കൊരു ഒരിടത്തും HDMI ആയിട്ട് 8K എടുക്കേണ്ട വരവില്ലല്ലോ. അത് ബാക്കിയൊക്കെ ചുമ്മാ എഴുതി വെക്കുന്നു. അതെ അതെ അതെ. കെട്ടിക്കാൻ മോനെ ഇത് പോയി നിർത്തി. ആൾക്കാർ കാണുന്ന പോലെ ഇരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പോലെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ കിട്ടാനെന്ന് വെച്ചാൽ ആ പെണ്ണിനെ എല്ലാവരും ഭയങ്കര തെറിയല്ലേ, ആ പെണ്ണ് അങ്ങനെ കാണിച്ചത്. അപ്പം അതിന് ഞാൻ പെണ്ണിൻ്റെ സൈഡ് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അതിന് ആൾക്കാർ പൂക്കിട്ട് തെറിയ. അതെ അതെ, എത്രയൊക്കെ ഉള്ള അതിനകത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു ഇപ്പം ശരി, അവളൊരബദ്ധം ചെയ്തു, പിന്നെ ആത്മഹത്യ ചെയ്തു. ഇനി ഈ നാട്ടുകാരെല്ലാം കൂടെ അവളെ മുതുകത്ത് കയറി അവളെ ആത്മഹത്യ ചെയ്താലോ? എന്നെ പറയാൻ എന്തുണ്ടായി? ശരിയല്ലേ? അതൊരു ഭാഗമല്ലേ. നമ്മൾ ആ ഭാഗം കൂടെ ചിന്തിക്കണ്ടേ? ഇപ്പം നമ്മൾ അതാ ഞാൻ പറഞ്ഞു, ഒരു കൈ നമ്മൾ ഒരാൾക്കെതിരെ ചൂണ്ടുമ്പോൾ 4 വിരലും നമ്മുടെ നേരെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. പൊക്കട്ടെ.
പൊക്കി കാണും. അല്ല, പൊക്കായിരിക്കാൻ പറ്റിയല്ല, അത്രയും ആൾക്കാർ തെറിയായിരുന്നു. ഞാൻ അതിനകത്തൊരു സൈഡ് പറഞ്ഞതൊന്നും അല്ല, പക്ഷേ ആ ഒരു ഭാവം കൂടെ നമ്മൾ ചിന്തിക്കണം. അവളുടെ ഒരു അവളിത് മനഃപൂർവ്വം ചെയ്തു, അവർ റീൽ ചെയ്തു. പക്ഷേ ഇവൻ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ ആണെന്നുള്ള തെളിവുണ്ടോ? അതൊന്നുമില്ലല്ലോ. അവൻ്റെ കൂട്ടുകാരൻ്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. അവൻ പറഞ്ഞു വേറെ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പേഴ്സണലായിട്ടുണ്ട്. അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് ചാനലിൽ കൂടെ വന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മുസ്ലിം കൂട്ടുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ വന്നപ്പോൾ അവൻ ഇനിയിപ്പോൾ കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ലെന്നോർത്ത് മരിച്ചതാകാം. അപ്പം നമ്മൾ ഓരോരുത്തരെ വിധിക്കാൻ നമ്മൾ ആളല്ലല്ലോ, പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പാപം ചെയ്യാത്തവനെ ഇവരെ കല്ലെറിയട്ടെ, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരുത്തരും ഇതൊക്കെ ചെയ്യുന്ന ഒരു പരിധി വരെ മറ്റുള്ളവരെ കുറ്റം പറയുകയും ഇതെല്ലാം ചെയ്യുന്ന. പക്ഷേ ഈ പെണ്ണ് ഉദ്ദേശിച്ച് കൂടുതൽ ഇങ്ങനെ സംഭവിച്ചു പോയി. സംഭവിച്ചെന്നോർത്ത് ഇതുപോലെ തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തോ തെറിയോ അല്ലേ? സകലവനും വന്ന് ഇരുന്നങ്ങോട്ട് കാച്ചുകയാണ്. ഈ കേരളത്തിൽ ഇത്ര മോശമുള്ള ഒരു സ്ത്രീ ഇല്ലെന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് സമൂഹം മൊത്തം ചെയ്യാന്ന് പറയുമ്പോഴേ അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. എത്രയാണ് മോളെ? 6500. ഇതെത്ര? 950. എത്രയായി മൊത്തം? 6500. പിണറായി കുത്തിയോ? ഇല്ല. പൊക്കോ, നമ്മളെവിടെ ഇട്ടു. ഏതാ ഒരു ഇൻഡിക അല്ലേ? അല്ല, നെക്സോണ്. അത് എൻ്റെ വണ്ടിയാണ്. അത് കിടന്നോട്ടെ, കുഴപ്പമില്ല. അല്ല, ബ്ലൂടൂത്ത് മൈക്കാണെങ്കിൽ ബ്ലൂടൂത്ത് വഴി കരാക്ക കിട്ടും. ഇതിൻ്റെ ബ്ലൂടൂത്തുള്ള മൈക്കുമായിട്ട് പെയർ ചെയ്താൽ മതി. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്തിലേക്ക് വന്നേ. അപ്പോൾ ബ്ലൂടൂത്ത് നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ ഇത് ബ്ലൂടൂത്ത് ആപ്പ് എന്നാണ് വരുന്നത്. ഇത് ആപ്പുള്ള മോഡലാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഏത് ഇട്ടാലും ട്വൻറ്റി 24 വോൾട്ട് 10 ആമ്പയർ പവർ സപ്ലൈ വെച്ചിട്ട് ആ പവർ സപ്ലൈ ഔട്ട് എടുത്ത് ഇതാ കൊടുത്തിരിക്കുക. നല്ലത് വർക്കാകത്തുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ സാധനവും ഞാൻ ഹൈ ക്വാളിറ്റി ഇട്ടിരിക്കുന്നത്. കോഡ് വയർ തന്നെ ഉണ്ട്, 2 മീറ്റർ കോഡ് വയർ ആയിട്ടിരിക്കുന്നത്. എല്ലാം ആ വയർ തന്നെ പിടിച്ചു നോക്കി. ഇത് 50 രൂപയ്ക്ക് കിട്ടും, ഈ ഒരു കോഡിന് 150 രൂപ. മനസ്സിലായില്ല? നമ്മളെല്ലാ സാധനവും ഇത് പിന്നെ തീ പിടിക്കാത്ത കവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലോട്ടുള്ള ഗേജ് ഇട്ടിരിക്കുന്നത് 2mm വയറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കംപ്ലൈൻറ്റ് വരാത്ത നല്ല പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇതൊരെണ്ണം പോലും പവർ സപ്ലൈ ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് മൈക്ക് കൊടുക്കാനുള്ളത്, ഇത് USB കണക്ട് ചെയ്യാൻ, പെൻഡ്രൈവ് ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഇപ്പോൾ ബ്ലൂടൂത്തിൽ കണക്റ്റഡ് ആയത് കണ്ടില്ലേ? അതായത് നമ്മൾ എന്ത് സാധനം അവസാനം കുത്തുന്നു അതിലായിരിക്കും ഇത് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഓക്സിജനാണ് കൊടുക്കുന്നതെങ്കിൽ
ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ബോർഡാണ് ഇരിക്കുന്നത്. ഇതാണ് ഇവിടെ മാർക്കറ്റ് മുഴുവൻ പറ്റും. കപ്പാസിറ്റർ വ്യത്യാസമുണ്ട്. അത് മൊത്തത്തിൽ ഈ നോബ് വരെ ക്വാളിറ്റി വ്യത്യാസമാണ്. അപ്പോൾ ചെറിയ ലാഭം വലിയ നഷ്ടമെന്ന് പറഞ്ഞ പോലെ. പക്ഷെ അന്നേരം ഞാൻ നോക്കിയപ്പം അത് വേറൊരു പാർട്ടി ഇറക്കിയതാണ്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര സബില്ലാതെ തന്നെ 2 നല്ല സ്പീക്കറെ തന്നെ നല്ല സുഖത്തിന് നമുക്ക് കേൾക്കാം. ഒരു മര്യാദയ്ക്ക് പാട്ട് കേൾക്കുന്നവർക്ക് സബിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ അപ്പം അതിന് വരൊക്കെ പാടാനാണോ? പിള്ളേർക്ക് ഇത് ഓക്സി കൊടുത്താൽ മതി, കുഴപ്പമില്ല. സോണിയുടെ സപ്പോർട്ട് 1 ഇയർ ഇത് എഴുതി കൊടുക്കുമ്പോൾ സാധനം മറ്റേ കുറഞ്ഞത് മാത്രമേ പോയിട്ടുള്ളൂ. ചേട്ടാ ഞാൻ ഫേസ്ബുക്കിലൊരു ഞാൻ ചോദിക്കട്ടെ, ഞാൻ നാളെ ഒരുങ്ങി വരാം. പച്ചക്കുള്ള നമ്മൾ പച്ചക്കുള്ള യൂട്യൂബറേ ഉള്ളൂ, ഒരുക്കമൊന്നും നമുക്കില്ല. എന്നാലും കുഴപ്പമില്ല. ഇപ്പം അത്യാവശ്യം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, മുഖത്ത് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ടാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. മേക്കപ്പ് കല്യാണം ഒരുക്കുകയാണോ പരിപാടി? ആ എവിടെയാ കട? എവിടെയാ? ഫ്രീലാൻഡാ. പേരെന്നാ? ജെനൂസ് എന്നാണ് ശരിക്കും പേര്. ജെൻസി, JINCY. JENCY. ഇത് ജിൻസിയാ. അതിനുള്ള വ്യത്യാസം. ആ അതെ അതെ, ജെനൂസ് എന്നാക്കിയതാ. അത് വില കുറഞ്ഞതാണ്, നല്ലതാണ് ഇപ്പൊ കൊടുത്തത്. ഇത് എൻ്റെ കാശ് പോയ വഴികൾ. അതായത് വില കുറഞ്ഞ് ചോദിച്ചപ്പോൾ കൊണ്ട് ഞാൻ ഒരു പാർട്ടിയുടെ നിന്ന് 10-25 പീസ് എടുത്തു, അതിലൊരു 10 കംപ്ലൈൻറ്റ്. അതാണ് അതിൻ്റെ കുഴപ്പം. നമ്മൾ ഈ വില കുറഞ്ഞ സാധനം എടുത്ത് വിൽക്കാൻ നോക്കിയാൽ രക്ഷ. ഞാൻ മര്യാദയ്ക്ക് നല്ല സാധനം വിറ്റുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ അപ്പം ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പോവാ, അത് സിനിമ ഫീൽഡിലൊക്കെ പോവാ. ഈ ബോഡി വല്ല മേക്കപ്പും ചെയ്യാനുണ്ടോ? ചോദ്യമൊക്കെ കേട്ടിട്ട് അതെ, നമുക്ക് പറയാലോ. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കടയിൽ ഇതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് പരിചയപ്പെട്ടു. അതെ, ഇത് ക്യാമറ ഓഫ് ചെയ്ത് ഒരു കാര്യം ചോദിക്കും. കൂടെ മുട്ടിച്ചോ. 2-3 അടിച്ചു. അതിനകത്തൊന്നും ഒരു മര്യാദ വെക്കേണ്ട കാര്യമില്ല. സൈഡിലോട്ട് കയറരുത്, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ?
നിനക്ക് ചെയ്യണോ? ചെയ്ത് നോക്കിയ ചെയ്യുന്നതിൽ ഇത്രയേ ഉള്ളൂ. ഇത് തമ്മിൽ കൂട്ടിമുട്ടരുത്. കൂട്ടിമുട്ടിയ തീ കത്തും കേട്ടോ, പൊട്ടിത്തെറിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അതിനുള്ള അത് കൂട്ടിമുട്ടാതിരിക്കാനാണ് രണ്ടും രണ്ട് വശത്ത് അകത്തി വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ ഒന്ന് അടിച്ചായിരുന്നു, ഡബിൾ അടിച്ചായിരുന്നല്ലോ. ഏതാ ഞാൻ ഡബിൾ അടിച്ചയച്ചേ? ആ, ഇനി ഇതിൻ്റെ പണി തീരാൻ ഇതിന് സിംഗിൾ ഒരെണ്ണം അടിക്കണം. സിംഗിൾ കേട്ട് മുട്ടരുത്, സിംഗിൾ കേട്ടോ. നീ അടിച്ചാൽ ശരിയാകില്ല. കോൺഫിഡൻസ് ഇല്ലാത്ത മനുഷ്യൻ. ഒരിഞ്ച് മാറിയാൽ മതി, കയ്യിൽ കത്തും. ഈ വിഷയം അവിടെ അറ്റം വരെ വന്നോ? കുഴപ്പമില്ലല്ലോ. അതിലേക്ക് കയറി നല്ലപോലെ ഇല്ലാന്ന് നോക്കിയേ. കൈയൊന്ന് മാറ്റിക്ക്, ഉണ്ടോ നോക്ക്. ആ, ഉണ്ട് ഉണ്ട്. ഞങ്ങൾ വിളിപ്പിക്കാം. ഹലോ, ആ, ഞാൻ ജോബിന് ഇരിക്കുന്നതാണേ. ഇന്നലെ ഞാനൊരു പവർ സപ്ലൈ സ്പീക്കർ മേടിച്ചായിരുന്നേ. ആ അതിന്റെ ഈ പവർ സപ്ലൈയുടെ ഫേസും ന്യൂട്രൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നേ? കിട്ടിയോ? കൈ കിട്ടിയോ? ആ, കിട്ടി. രാവിലെ കിട്ടിയാ? രാവിലെ കിട്ടി. ആ, ഞാൻ എന്നാ അറിയണ്ടേ? സാറിൻ്റെ കൈ കൊടുക്കാം. ഒന്ന് ചോദിച്ചോയേ. ആ, പറഞ്ഞോ, വർക്കില്ല, പറഞ്ഞോ. ചോദിച്ചോ. വർക്കിലാണ്. പവർ സപ്ലൈയുടെ എന്താണ് അറിയണ്ടേ? ഫേസ് ചുമല പോസിറ്റീവ്, ആ നീല നെഗറ്റീവേ. ഓക്കെ ഇന്നലെ കൊടുത്തില്ലേ ജോബിന്? ഓക്കെ. അങ്ങനെ തന്നെ അല്ലേടാ ഇട്ടിരിക്കുന്നത്. ഇത് കേറി കിടക്കണം. അതെ അതെ, ഇതിനായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തൃശ്ശൂരാണോ? തൃശ്ശൂർ. 4 മണിയൊക്കെ ആകുമ്പോഴാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം നോക്കാം. നമ്മുടെ മൾട്ടിമീറ്റർ ഇഞ്ഞെടുത്ത് ഇവിടെ വെച്ചോളൂ. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ 11.65 വോൾട്ട് ഉണ്ട്. 12 വോൾട്ടിൻ്റെ സ്ഥാനത്ത് 11.65 വോൾട്ട് ഉണ്ട്. ഇത് ഫസ്റ്റ് ബാറ്ററി. ഇത് 3.8 വോൾട്ട് ഉണ്ട്. ഇത് സെക്കൻഡ് ബാറ്ററി 7.8 വോൾട്ട് ഉണ്ട്. ഇത് തേർഡ് ബാറ്ററി 11.67 വോൾട്ട് ഉണ്ട്. അപ്പം ഈ ബാറ്ററിയുടെ പണി കഴിഞ്ഞു. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവായിട്ട് ഇനി BMS കൂടെ കൊടുത്താൽ മതി. അതിൻ്റെ പണി കഴിഞ്ഞു. ആണ്ട് പോയി. ഇനി അടുത്തത് ഇത് ബെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ മര്യാദയ്ക്ക് ഇരുന്നോളും. എവിടുന്ന് കയറിപ്പോയി ഇവൻ. സ്റ്റൂള് വെച്ച് ഒട്ടിയാൽ മതി. അപ്പം ഇത് നോക്കി ഇനി ഫോളോ അപ്പ് ചെയ്യാം. ഫസ്റ്റ് പോസിറ്റീവ് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഈ പോസിറ്റീവ് നെഗറ്റീവ് കൊണ്ട് ഇവിടെ അടിച്ചാൽ മതി.
ഞാൻ നോക്കല നെഗറ്റീവ് തിരിച്ചു നോക്ക്. അതെ തിരിച്ച് ഉം. ഇതും കൂടി ആത്തി അടിക്കണം. പിന്നെ ഒറ്റ ഇവിടെ അടിക്കണം. അടിച്ചോടാ. എൻ്റെ കൈക്ക് ഇവിടെ ഭയങ്കര ഇതിന്റെ നമ്മുടെ പ്ലെയർ ഉണ്ടല്ലോ ആ കംപ്ലൈന്റ് ആയിട്ടുള്ള അത് ശരിയാക്കാൻ പറ്റുമോ കേട്ടാ? എന്നാ കംപ്ലൈൻറ്റാ? അത് ഓണാവുന്നില്ല കേട്ടാ. ഓണാകുന്നില്ല. ധൃതി ഒന്നുമില്ല. കൊണ്ടുവന്നാൽ മതി. നേരെ ഇവിടെ കുത്ത്, നല്ല നേരെ കുത്ത്. തിരക്കാ. അതുകൊണ്ടാ. എടുക്കരുത്. അത് തമ്മി കൂട്ടി ധൃതി മുട്ടല്ലേ. ഒന്നും ഇല്ലല്ലേ കൊണ്ടുവരാവുള്ളൂ. ഇവിടെ നല്ല തിരക്കാ. പറയുന്ന സമയത്തൊന്നും ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് വരികയില്ല. നമ്മുടെ സ്ഥലം കറക്റ്റ് എവിടെ ആയിട്ട് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയോ? ആ ഓക്കെ ശരി. ഒന്ന് കൈയെടുത്ത മോനെ, കൈയെടുത്തടാ. ഇനി ഇവിടെ ഒരെണ്ണം. അതൊന്ന് ലെവലാക്കി ഇങ്ങനെ കൊടുക്കണം. ഇനി ഞാൻ കൈയെടുക്കാം. അങ്ങനെ മനസ്സിലായില്ല. ഇച്ചിരി പവർ കൊടുക്കണം അങ്ങോട്ട്. എടുക്കരുത്. ഹലോ ഹലോ താഴെ ഉണ്ടോ? എങ്ങനെയാന്നോ ഞാൻ താഴെ നിൽക്കുക. എന്നാ അങ്ങോട്ട് പ്രസ് ചെയ്യണം. റിമോട്ട് വേണോ? വെൽഡിങ് ഞങ്ങൾ തിരക്ക് പണിയിലാണ്. ഇപ്പോൾ വരാവേ. ചെയ്ത് വെൽഡായില്ല. ഏതാ വേൾടെക്കിൻ്റെ റിമോട്ടാണോ? ഓക്കെ. എനിക്ക് ഒരു വേൾടെക്ക് റിമോട്ട് എടുത്ത് കൊടുക്കോ? ഇത് സ്ലോയിൽ തൊട്ടാൽ മതി. അങ്ങനെയാണോ? ചില പ്രഷർ ഞെക്കണേ, എന്നാലേ അത് ബെൽഡ് ആവുള്ളേ. വീഡിയോ പിടിച്ചോ. ഞാനേ ഒരു റിമോട്ട് എടുത്ത് കൊടുത്തിട്ടോട്ടെ. കൈ അവിടെ വരരുത്. മറ്റേക്ക് ചെയ്യുന്ന പിടിച്ചോ. ഇതിലേക്ക് തീപ്പൊരിച്ച് തെറിക്കരുത്. ഇച്ചിരി പുറകോട്ട് മാറിയിരുന്നു. താക്കോൽ എടുത്തോണ്ട് പോണേ. ആ നല്ല പിടിച്ച് കഴിഞ്ഞാൽ എടുക്കാവുള്ളേ. ചാടി കയറി മാറ്റല്ലേ. സാറിനായിരുന്നോ വേൾടെക്കിൻ്റെ റിമോട്ട്? ടി വിയുടെ അല്ലേ? ടി വിയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലല്ലോ. ഇല്ല. ആ ആരെങ്കിലും വന്നാൽ ഇങ്ങനെ ഇറങ്ങി വരും. ആ വിളിക്കുന്നുണ്ടായിരുന്നോ? ആ അവിടെ സർവീസിൻ്റെ സ്പിരിറ്റിൽ നിൽക്കുമല്ലേ. സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബിലുണ്ടല്ലോ, എന്നും ഉണ്ടല്ലോ. ആ സാറ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങളെ. അത് പിന്നെ ചാടിപ്പോയി കാണുമായിരിക്കും. ആ എന്നാൽ അതൊന്നെടുത്തേ. നമ്മുടെ തന്നെ കയ്യെ തൊട്ട് അറിയാതെ നോട്ടിഫിക്കേഷൻ പോയതായിരിക്കും. യൂട്യൂബ് സോണി ജിൻസിന്ന് ഇവിടെ അടിച്ചു കൊടുത്തേ. സോണി ജിൻസിന്ന് മുകളിൽ സെർച്ചിട്ട് ഇവിടെ പല റിപ്പയറും കണ്ടോണ്ടായിരുന്നു. ഇപ്പൊ യൂട്യൂബിലോട്ട് ഉണ്ട് സോണി ജിൻസി. യൂട്യൂബിലോട്ട് കയറിയ ഇതുള്ളല്ലോ എന്തെല്ലാം പരിപാടി. ആ ഇപ്പോഴാണ് സബ്സ്ക്രൈബ് ആയത്. അപ്പൊ ഇനി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ക്രമമായിട്ട് വന്നുണ്ട്. ആ ബെൽ ബട്ടൺ വെട്ടിയിട്ടേക്കുന്നത് അത് തന്നെ. അണേബിൾ അലൗ നോട്ടിഫിക്കേഷൻ ഓഫാക്കിയിട്ടേക്കുക. അതാ ആണോ? ഇത് ഇന്നലത്തെ ഇത് സാറ് കൊണ്ടുവന്ന
ഏകദേശം അതുപോലെ ഇരിക്കുന്നത്. അത് പിടിച്ചോളും. ചെറിയ വ്യത്യാസമുണ്ട്. അത്ര സാരമില്ല അല്ലേ? ആ അത് വ്യത്യാസം. ആ വെൽടെക്കിൻ്റെ തന്നെ സിമിലർ ഇല്ല അല്ലേ? സിമിലർ ഇല്ല. പിന്നെ വെൽടെക്ക് ഇങ്ങനത്തേതാണ് നേരെ ഇരിക്കുന്നത്. ഇതല്ലാതെ എൻ്റെ ഇതാണ് ഇത് രണ്ടും ഒരുപോലെയാണ് എനിക്ക് വ്യത്യാസം ഉണ്ട്. പിന്നെ വ്യത്യാസമുണ്ടോ? പ്രൈസ് വ്യത്യാസമുണ്ടോ? പ്രൈസല്ല, നമ്മൾ ആ മോഡലേ പിടിക്കുമില്ലെന്നറിയില്ല ഇല്ലേ? ഹലോ, ആ പറയൂ. നിങ്ങൾ പിടിക്കുമായിരിക്കും പിടിക്കുമായിരിക്കും. പിടിച്ചിട്ട് സാർ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരെ. എവിടെയാ വീട്? ഇത്രക്കള ഞാനിവിടെ വേൾഡ് 2 എടുത്തിട്ടുണ്ട്. ഇപ്പം ആ റിമോട്ട് അങ്ങനെ വരുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കാം. ഇതുകൊണ്ട് കിട്ടുവാണെങ്കിൽ സോണി ആ. ടിവികൾ എല്ലാം ഇവിടുന്ന് അത് കംപ്ലൈന്റ് ആയിരിക്കണം. അതിന് 5 വാട്ട്സ് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന 5 ആംപിയറോ അങ്ങനെ എന്തോ വരുന്നതാണ് 5 വോൾട്ട്. കംപ്ലൈന്റ് ആയിരിക്കും. 5 വോൾട്ട്. ആ അപ്പൊ അതിലിപ്പോ തൽക്കാലം ഞങ്ങൾ സാധാ പിന്നെ ഇത് കൊടുത്തിരിക്കണേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ബ്ലൂടൂത്തിന്റെ ബോർഡ് ഉണ്ടല്ലോ. കുഴപ്പമില്ല. അപ്പം അത് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതി. വർക്കായില്ലെങ്കിൽ സാറ് ഇപ്പൊ അത് വർക്ക് ചെയ്യണില്ലേ? അതും വർക്ക് ചെയ്യണില്ലേ? അതും പോയോ? അതും പോയി. അതിനെ കൊടുക്കുമ്പോൾ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ ഇട്ട് കൊടുത്തു. റെഗുലേറ്ററിലെ ആ 5 വോൾട്ട്. വോൾട്ടിന്റെ ആ അപ്പോൾ വോൾട്ടിന്റെ പ്രശ്നമാണോ? വേരി ചെയ്യുന്ന കാണും, അതായിരിക്കും പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ബോർഡ് ശരിയാക്കാൻ പറ്റില്ല. അതൊക്കെ എന്നാ ശരിയാക്കാൻ. ഇത് റിമോട്ട് ജാക്ക് മാർട്ടിനാണ് എഴുതിയേക്കുന്നത്. പക്ഷെ വേൾട്ടൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞതാ. ആ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ മെനക്കിടുന്ന സമയമുണ്ടെങ്കിൽ വേറെ സാധനം കിട്ടും. റിമോട്ട് വർക്കിങ്ങാ. നമ്പർ അറിയാലോ. ചേട്ടാ നല്ല ടൈപ്പൊക്കെ വരുന്നുണ്ട്. ഏത് ഇട്ടാലും ഒരു 5 വോൾട്ട് അതുപോലത്തെ ഫോട്ടോ ഞാൻ കൊടുത്തു. എടുത്തിട്ടുണ്ട്. അപ്പോൾ പോയാൽ അടുത്ത ദിവസം വരുത്തിയിട്ട്. ആ ഇപ്പോൾ ബാറ്ററി ഉണ്ടാക്കി 2 പാർട്ട് തീർന്നു. ഇത് ഇപ്പോഴും വീണ്ടും 45 മിനിറ്റായി. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അടുത്ത പാർട്ടിൽ എന്നാണേലും ബാറ്ററി നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ശരിയായി. അപ്പോൾ പാർട്ട് 3 ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഈ പാർട്ട് 2 നിങ്ങൾ കണ്ടതിന് ശേഷം പാർട്ട് 3 കണ്ടാലേ ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പാർട്ട് 3 വരുമ്പോൾ ആ പാർട്ട് 3 നമുക്ക് വന്നിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓണാക്കി വെച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അറിയത്തില്ല, പിള്ളേരോട് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.